ശാകുന്തളം മലയാളം സമ്മറി. പ്രശസ്ത കവി കാളിദാസൻ രചിച്ച കാലാതീതമായ സംസ്കൃത നാടകമാണ് ശാകുന്തളം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ദുഷ്യന്ത മഹാരാജാവും കണ്ണമഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയുമാണ്. ആക്ട് 1 ദി ഹണ്ട്. ദുഷ്യന്ത മഹാരാജാവ് തന്റെ രഥത്തിൽ ചാരിയറ്റിൽ ഒരു മാനിനെ പിന്തുടരുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ചാരിയറ്റിന്റെ അതായത് കുതിരകളെ ബന്ധിപ്പിച്ച രഥത്തിന്റെ ഡ്രൈവർ ചാരിയറ്റീർ സാരഥി കൂടിയുണ്ട്. കയ്യിൽ ഒരു അമ്പും വില്ലും പിടിച്ച് കാട്ടിലൂടെ മാനിനെ പിന്തുടരുകയാണ് രാജാവ്. ഓട്ടം അവസാനിപ്പിക്കാൻ രാജാവ് തന്റെ അമ്പുകൾ ഉപയോഗിച്ച് പുള്ളിമാനിനെ വേട്ടയാടുന്നത് അദ്ദേഹത്തിന്റെ സാരഥി നിരീക്ഷിക്കുന്നു. ഓടുന്ന മാൻ അത്ര മനോഹരമായി കാണപ്പെടുന്നുവെന്ന് രാജാവ് ശ്രദ്ധിക്കുന്നു. അതിന്റെ കഴുത്ത് വളരെ ഭംഗിയായി വളർച്ച് പിന്തുടരുന്ന രഥത്തെ ഭയത്തോടെ അത് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. മാനിന്റെ ഭയം അതിന്റെ ശരീരം പകുതിയായി ചുരുങ്ങി എന്നും ഓടുമ്പോൾ പകുതി ചവച്ച പുല്ല് വീഴ്ത്തുന്നുവെന്നും രാജാവ് നിരീക്ഷിക്കുന്നു. രാജാവ് തന്റെ സാരഥിയോട് പറയുന്നു, മാൻ വളരെ വേഗതയുള്ളതാണെന്നും അത് വളരെ ഉയരത്തിൽ ചാടുന്നുണ്ട്. പലപ്പോഴും അത് ഓടുന്നതിന് പകരം പറക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പോൾ സാരഥി പറയുന്നു അയാൾക്കത് കാണാനായിട്ട് കഴിയുന്നില്ല. നിലം പരുക്കനായതിനാൽ അവർ പോകുന്ന ആ വഴി വളരെ റഫ് ആയതിനാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് ലീഡ് കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ കുതിരകൾക്ക് മാനിനെ മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല. മാനിന് പരുക്കൻ തറ ആയാൽ പോലും പ്രശ്നമില്ലാത്തത് കൊണ്ട് അത് വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പാത നിരപ്പായി വരികയും അതിനെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് സാരഥി രാജാവിനോട് വിശദീകരിക്കുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം രാജാവിനോടായി പറയുന്നു, ആ മാൻ ആശ്രമത്തിൽ പെട്ടതാണ്, അതിനെ കൊല്ലാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പായി വരുന്നു. രാജാവ് അമ്പെയ്യാൻ പോകുന്ന സമയത്ത് മാനിനെ രക്ഷിക്കാനായി വരുന്ന 2 സന്യാസിമാരെ സാരഥി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. രാജാവ് ഉടൻ തന്നെ രഥം നിർത്താനായിട്ട് സാരഥിയോട് ആജ്ഞാപിക്കുന്നുണ്ട്. സന്യാസി കൈ ഉയർത്തി മാനിനെ ഉപദ്രവിക്കരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ദി ജെന്റിൽ ക്രിയേച്ചേഴ്സ് ടെൻഡർ ഫോം ഷുഡ് നോട്ട് പെരിഷ് ലൈക്ക് ബ്ലോസംസ് ഡെസ്ട്രോയിഡ് ഇൻ എ ഫയർ. അത് വളരെ സൗമ്യമായ ഒരു ജീവിയാണ്. അതിന്റെ മൃദുലമായ രൂപം തീയിൽ നശിച്ച പൂക്കൾ പോലെ നശിച്ചു പോകരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പൂക്കൾ തീയിലിട്ടാൽ എന്ത് ചെയ്യും? അത് കത്തിക്കരിഞ്ഞു പോകും. അതുപോലെ അമ്പെയ്താല് ഈ സാധുവായ ജീവിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ നിരപരാധികളെ ദ്രോഹിക്കാനല്ല, ഹൃദയം തകർന്നവരെ സംരക്ഷിക്കാനാണ് നമ്മൾ ആയുധങ്ങൾ ഏകേണ്ടത്. അതിനാണ് ആയുധങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് സന്യാസി രാജാവിനെ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്യന്ത മഹാരാജാവ് വളരെ ആദരപൂർവം സന്യാസിമാർ പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നു. അദ്ദേഹം അമ്പെയ്യുന്നതൊക്കെ ഉപേക്ഷിച്ചു. സന്യാസിമാർ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ പ്രവൃത്തി അവർ പ്രശംസിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ് ആണ്, രാജാക്കന്മാരുടെ തിളക്കമാർന്ന മാതൃകയാണ് അദ്ദേഹം എന്ന് അവർ വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ നൽകിയ അനുഗ്രഹങ്ങൾക്ക് രാജാവ് തന്റെ നന്ദി പ്രകടിപ്പിച്ചു. തുടർന്ന് സന്യാസിമാർ അവർ വിറക് ശേഖരിക്കാനായി പോവുകയാണ്. എന്തായാലും താങ്കൾ കണ്ണമഹർഷിയുടെ ആശ്രമം സന്ദർശിക്കണമെന്നും മാലിനി നദിയുടെ തീരത്താണ് അതുള്ളത്, അവിടെ കണ്ണമഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തള അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാകുമെന്നും അറിയിച്ചു. മാലിനി നദിയിലുള്ള കണ്ണമഹർഷിയുടെ ആശ്രമത്തിൽ കണ്ണമഹർഷി ഉണ്ടാകുമോ എന്ന് രാജാവ് ചോദിക്കുന്നു. അപ്പോൾ ദുഷ്യന്ത രാജാവിനോടായി സന്യാസിമാർ പറയുന്നു, അദ്ദേഹം സോമതീർത്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ശകുന്തളയ്ക്കാണ് ആശ്രമത്തിന്റെ ചാർജ്. ശകുന്തളയെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഏതായാലും ആശ്രമം സന്ദർശിക്കാം എന്ന തീരുമാനത്തിലേക്ക് ദുഷ്യന്ത മഹാരാജാവ് എത്തുന്നു. അവിടെ നിന്ന് സന്യാസിമാർ അവരുടെ ജോലിക്കായി പോകുന്നുണ്ട്. ഇത്രയും മഹത്തായ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് തന്നെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് രാജാവ് ആശ്രമം സന്ദർശിക്കാനായി തീരുമാനിക്കുന്നു. രാജാവ് ആശ്രമത്തിലേക്ക് അടുക്കും തോറും ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും അതൊരു പുണ്യവനമാണെന്ന് എളുപ്പത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. മരങ്ങൾക്കിടയിൽ തത്തക്കുഞ്ഞുങ്ങൾ വീഴ്ത്തിയ നെല്ല്, എണ്ണ പുരട്ടിയ കല്ലുകൾ, ആളുകൾ അടുത്തെത്തിയാലും ഓടിപ്പോകാത്ത മാനുകൾ എന്നിവ അദ്ദേഹം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സമാധാനത്തിന്റെയും നിഷ്കളങ്കതയുടെയും അടയാളങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. സയൻസ് ഓഫ് പീസ് ആൻഡ് ഇന്നസെൻസ്.
കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് സാരഥിയോട് ആശ്രമത്തെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രഥം നിർത്താനായി ആവശ്യപ്പെടുന്നു. അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി തന്റെ രാജകീയ ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി അദ്ദേഹം അതിനെ ബഹുമാനപൂർവ്വം സാരഥിക്ക് കൈമാറുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തേരാളി അതൊക്കെ വാങ്ങുന്നു. ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും രാജാവ് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തേരാളി അതൊക്കെ സ്വീകരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. രാജാവ് അവിടുത്തെ ആശ്രമത്തെയും അതിന്റെ വിശുദ്ധിയെയും അഭിനന്ദിച്ചുകൊണ്ട് അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവിടുത്തെ തോട്ടത്തിന്റെ വലത് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പൊ വളരെ കൗതുകത്തോടെ അദ്ദേഹം ആ ശബ്ദത്തെ പിന്തുടർന്ന് മരത്തിന്റെ പിന്നിലായി ഒളിച്ചു നിൽക്കുന്നു. ശകുന്തളയും ശകുന്തളയുടെ 2 സുഹൃത്തുക്കളായ അനസൂയയും പ്രിയംവദയും വെള്ളം നിറച്ച കുടങ്ങളുമായി അവിടെയുള്ള മരങ്ങൾക്ക്, യങ് ട്രീസിന് വെള്ളം നനയ്ക്കാനായിട്ട് വരികയായിരുന്നു. അവരെ അദ്ദേഹം കാണുന്നുണ്ട്. മുല്ലപ്പൂ പോലെ വളരെ മൃദുലമായ ശകുന്തളയോട് മുല്ലച്ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പറയുന്നത് കൊണ്ട് കണ്ണ മഹർഷിക്ക് ശകുന്തളയേക്കാൾ സ്നേഹം മുല്ലച്ചെടികളോടാണ് എന്ന് അനസൂയ പറയുന്നു. അപ്പൊ ശകുന്തള അതിന് വളരെ സ്നേഹത്തോടെ മറുപടി പറയുന്നത്, പിതാവ് പറഞ്ഞതുകൊണ്ടല്ല, പിതാവ് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല താൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത്. അവയെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെ കാണുന്നതിനാലാണ് ഈ മരങ്ങളെയൊക്കെ താൻ പരിപാലിക്കുന്നത് എന്ന് വളരെ സ്നേഹപൂർവ്വം ശകുന്തള മറുപടി നൽകുന്നു. അവർ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് തുടരുന്നു, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പ്രിയംവദ തന്റെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. പൂത്ത് കഴിഞ്ഞ ചെടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം നനയ്ക്കാം. ഇനി പൂക്കാനുള്ളവയ്ക്ക് നൽകുന്നതിനേക്കാൾ നല്ലത് പൂത്ത് കഴിഞ്ഞ ചെടികൾക്കാണ് വെള്ളം നനയ്ക്കേണ്ടത്. അത്തരം ഒരു പ്രവൃത്തി ആവുമ്പോൾ അതൊരു സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ട് ആണ്. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മൾ അവയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു ആക്ട് ആയിരിക്കും, ഒരു പ്രവൃത്തി ആയിരിക്കും എന്ന സജഷൻ പ്രിയംവദ പറയുന്നു. അപ്പൊ ഈ ചിന്തയെ ശകുന്തള അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ദുഷ്യന്ത മഹാരാജാവ് ആ സുന്ദരിയായ പെൺകുട്ടി കണ്ണ മഹർഷിയുടെ മകളാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സമയം കൊണ്ട് പെൺകുട്ടികൾ ചെടി നനയ്ക്കുന്നത് തുടരുന്നുണ്ട്. അവർ അവരുടേതായ സംസാരങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ഒരു മാവിനെ ശകുന്തള ശ്രദ്ധിക്കുന്നത്. അത് തന്നോട് എന്തോ പറയാനായി ശ്രമിക്കുന്നതായി ശകുന്തള മനസ്സിലാക്കുന്നു. അവൾ അത് കാണാനായി അടുത്തേക്ക് പോകുന്നു. പ്രിയംവദ ശകുന്തളയെ മരത്തിനരികിലായി നിർത്തുന്നു. അവൾ മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വള്ളി പോലെ കാണപ്പെടുന്നുവെന്ന് പ്രിയംവദ പറയുകയും ചെയ്യുന്നു. അനസൂയ അത് സമ്മതിക്കുകയും അവിടെ ചുറ്റിപ്പടർന്ന് കിടക്കുന്ന ആ മുല്ലവള്ളിക്ക് ശകുന്തള ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ദ ഗ്രൗ, തോട്ടത്തിന്റെ വെളിച്ചം. അപ്പൊ ആ മുല്ലവള്ളിയും ഈ മാവും, മുല്ലവള്ളി തന്റെ ഭർത്താവായി ആ മാവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. മുല്ലവള്ളി തന്റെ ഭർത്താവായി ആ മാവിനെ ചൂസ് ചെയ്തിരിക്കുന്നു, അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. രഹസ്യമായി അവിടെ ഇരുന്ന് അവരുടെ 3 പേരുടെയും സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നു. അവളുടെ കൈകളെ ഇളം തളിരുകളോടും ചുണ്ടുകളെ ചുവന്ന പൂക്കളോടും അവളുടെ യൗവന ഭംഗിയെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളോടും അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. തുടർന്ന് അനസൂയ ശകുന്തളയുടെ ശ്രദ്ധ അവിടെ നിൽക്കുന്ന സ്പ്രിംഗ് ക്രീപ്പറിലേക്ക്, വസന്തകാല വള്ളിച്ചെടിയിലേക്ക് തിരിക്കുന്നു. കണ്ണ മഹർഷി വളരെ സ്നേഹത്തോടെ, വളരെ വാത്സല്യത്തോടെ വളർത്തുന്ന ഒരു ചെടിയാണ് ഈ സ്പ്രിംഗ് ക്രീപ്പർ. ശകുന്തള വളരെ സന്തോഷത്തോടെ അതിനെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ പോലും അതിന്റെ വേരുകളിലും പൂമൊട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അവരെല്ലാവരും കണ്ടെത്തുന്നു. അപ്പോൾ ശകുന്തളയ്ക്കും ശകുന്തളയുടെ സുഹൃത്തുക്കൾക്കും വളരെയധികം അതിൽ സന്തോഷം തോന്നുന്നു. പ്രിയംവദ അപ്പോൾ ശകുന്തളയോട് തമാശയായി പറയുന്നത് ഇത് ശകുന്തള ഉടൻ വിവാഹിതയാവാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ്. അപ്പോൾ അതേസമയം ശകുന്തളയ്ക്ക് ചെടിക്ക് ഇത്ര സ്നേഹപൂർവ്വം വെള്ളം നനയ്ക്കുന്നതിന്റെ കാരണമാണിതെന്ന് അനസൂയ സ്നേഹപൂർവ്വം പറയുന്നു. അപ്പോൾ തമാശയായിട്ട് പ്രിയംവദ പറയുന്നത് ശകുന്തള ഉടനെ വിവാഹിതയാകും എന്നാണ്. അപ്പോൾ അനസൂയ പറയുന്നു ശകുന്തള വളരെ സ്നേഹത്തോടെ തന്റെ ചെടികളെ പരിപാലിക്കുകയും അതിന് വെള്ളം നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവയിൽ ഇപ്പോൾ പൂവിട്ടത് എന്ന് അവരും പറയുന്നു.
ശകുന്തള പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് ഈ ചെടികളെയൊക്കെ കാണുന്നത് എന്നാണ്. ശകുന്തളയും ശകുന്തളയുടെ കൂട്ടുകാരായ പ്രിയംവദയും അനസൂയയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുല്ലവള്ളിയിൽ നിന്ന് ഒരു തേനീച്ച ശകുന്തളയുടെ മുഖത്തേക്ക് പറന്നു വരുന്നു. അപ്പൊ അവള് പേടിച്ച് അവളുടെ സുഹൃത്തുക്കളോടായി സഹായത്തിനായി നിലവിളിക്കും. എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവളെ കളിയാക്കും. ഈ തോട്ടത്തിന്റെയൊക്കെ സംരക്ഷകനായ ദുഷ്യന്ത മഹാരാജാവിനെ നീ വിളിക്കണം, അദ്ദേഹം വന്ന് നിന്നെ സേവ് ചെയ്യും എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. ഇവിടെയാണ് ഈ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നത്.